ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നോമ്പ് നാളിലെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വചനവേദിയിൽ ഇപ്രകാരം ഒരവസരം നമുക്ക് തന്ന പ്രിയപ്പെട്ട ക്രിസ്ത്യച്ചനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ നോമ്പുകാലം ആത്മപരിശോധനയുടെ കാലമാണ്. ഇതൊരു സാധാരണ നോമ്പുകാലമല്ല. ആത്മപരിശോധനയുടെയും രൂപാന്തരത്തിൻ്റെയും ആത്മീയ പുതുക്കത്തിൻ്റെയും കാലമാണ്. 40 ദിവസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശു ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കായി അനുഭവിച്ച കഷ്ടതയും ത്യാഗവും സഹനവും, യേശു ക്രൂശ് ചുമന്ന ഓരോ പടിയും, വീണ ഓരോ നിമിഷവും, സഹിച്ച ഓരോ വേദനയും നമ്മോടുള്ള സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. നോമ്പ് ഒരു ദുഃഖകാലമല്ല, അതൊരു പരിവർത്തനത്തിൻ്റെ യാത്രയാണ്. ക്രൂശിലൂടെ മഹത്വത്തിലേക്കുള്ള യാത്ര. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വേദഭാഗമാണ്. ഈ ഭാഗത്ത് കാണുന്നത് 10 കുഷ്ഠരോഗികളുടെ കഥയാണ്. 10 കുഷ്ഠരോഗികളുടെ കഥകൾ നമ്മൾ പഠിക്കുമ്പോൾ അവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചു. പക്ഷേ ഒരാൾ മാത്രം തിരിച്ചു വന്ന് യേശുവിന് നന്ദി പറഞ്ഞു. ഈ ഭാഗത്തെ 4 പ്രധാനപ്പെട്ട ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. 1. കഷ്ടത നമ്മെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ഈ 10 കുഷ്ഠരോഗികളും അകലെ നിന്നുകൊണ്ട് യേശുവിനെ നോക്കി നിലവിളിക്കുകയാണ്. യേശുവിൻ്റെ കരുണയ്ക്കായിട്ട് യാചിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഈ രോഗവും നഷ്ടവും വിഷമവും നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നു. എന്നാൽ പ്രശ്നം മാറിയ ശേഷം നമ്മൾ ദൈവത്തെ പലപ്പോഴും മറന്നുപോവുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരവസരമായിട്ട് പലപ്പോഴും നമ്മളിതിനെ കാണേണ്ടതായിട്ടുണ്ട്. 2. ആജ്ഞാനുസരണം അനുഗ്രഹം കൊണ്ടുവരുന്നു. പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ വാക്ക് കേട്ട് സൗഖ്യം ലഭിക്കാതെ തന്നെ അവർ നടന്നു. നടക്കയിൽ അവർ ശുദ്ധരായി തീർന്നു. നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസം ഒരനുഭവത്തിന് ശേഷം വരുന്നതല്ല, അനുസരണം വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. മറ്റുള്ളവരെ സ്നേഹിപ്പാനും പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ നമുക്ക് സാധിക്കും. അതിനായിട്ട് നമ്മൾ യത്നിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. 3. കൃതജ്ഞത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ശുദ്ധരായ 10 പേരിൽ ഒരാൾ മാത്രം തിരിഞ്ഞു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. 9 പേർ അനുഗ്രഹം ഏറ്റുവാങ്ങി മടങ്ങിപ്പോയപ്പോൾ ഒരാൾ മാത്രം അനുഗ്രഹദാതാവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. പലപ്പോഴും നാമും അനുഗ്രഹം ആഗ്രഹിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു. പക്ഷേ അനുഗ്രഹദാതാവിനെ പലപ്പോഴും മറന്നു കളയുന്നു. കൃതജ്ഞത ഒരു ആത്മീയ മനോഭാവമാണ്. അതിലൂടെ ദൈവം മഹത്വപ്പെടുന്നു. നമ്മുടെ നന്ദി വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലൂടെ അത് പ്രകടമാക്കണം. 4. കൃതജ്ഞത പൂർണ്ണ രക്ഷയിലേക്ക് നയിക്കുന്നു. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് ശാരീരിക സൗഖ്യം പ്രാപിച്ചപ്പോൾ ഈ ഒരാൾക്ക് ആത്മീയ രക്ഷയും ലഭിച്ചു. രക്ഷ യഹോവയിൽ നിന്ന് വരുന്നുവെന്ന് അവൻ പൂർണ്ണമായി അനുഭവിച്ചറിഞ്ഞു. അനുഗ്രഹം മാത്രം നേടുന്നവരായിട്ടല്ല, മറിച്ച് ക്രിസ്തുവിനെ തന്നെ നേടേണ്ടതായിട്ടുണ്ട്. ഈ നോമ്പ് നാളുകളിൽ നമ്മെ തന്നെ പുനഃപരിശോധന ചെയ്യാം. എത്രയെത്ര നന്മകൾ നമുക്ക് വാരിക്കോരി തന്നു. നമ്മുടെ ജീവിതം നന്ദിയുടെ സാക്ഷ്യമായി മാറുന്നുണ്ടോ? ഈ 10 പേർ സൗഖ്യം പ്രാപിച്ചു. പക്ഷെ ഒരാൾ മാത്രം വന്ന് യേശുവിന് നന്ദി പറഞ്ഞു. ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത് അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കാം, പക്ഷേ കൃതജ്ഞത എല്ലാവർക്കും ഉണ്ടാകില്ല. യേശു ചോദിച്ചു, മറ്റുള്ള 9 പേർ എവിടെ? ഈ ചോദ്യമൊന്നും നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങുകയാണ്. നാം ഏത് വിഭാഗത്തിലുള്ളവരാണ്? അനുഗ്രഹം വാങ്ങി മാറിപ്പോകുന്ന 9 പേരിൽ ഒരാളോ, അതോ നന്ദിയോടെ തിരിച്ചു വരുന്ന ഒരാളോ? കൃതജ്ഞത ഒരു വാക്കല്ല, അത് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു മനോഭാവമാണ്. നന്ദിയുള്ള ഹൃദയം മാത്രമാണ് രക്ഷയുടെ ആഴം അനുഭവിക്കുന്നത്. ഈ നോമ്പുകാലത്ത് നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം നൽകിയ ഓരോ അനുഗ്രഹവും തിരിച്ചറിഞ്ഞ് നന്ദിയോടെ അവൻ്റെ പാദപീഠത്തിങ്കൽ കടന്നു വരാം. 10 പേരിൽ ഒരാളായി മാറാം. നന്ദി പറയുവാൻ നമുക്ക് യാത്രയാകാം.
ഈ നോമ്പ് നാളുകളിൽ വലിയ ഉറപ്പോടും പ്രത്യാശയോടും കൂടെ ക്രിസ്തുവിനോട് ചേർന്ന് സഹനത്തിൻ്റെ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. സഹനത്തെ നമുക്ക് സ്വയം ഏറ്റെടുക്കാം. അത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നമ്മളെ നടത്തും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.